കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 22-നാണ് തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ഒരു കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിനെ തുടർന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ആയിരുന്നല്ലോ അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമായിരിക്കുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, 2022 ഈ ക്രമക്കേടിനെ തുടർന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയെ കരുവന്നൂരിൽ നിയോഗിക്കുന്നത്. ഇതിനുശേഷം ഈ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ബാങ്കിന്റെ പ്രവർത്തനം പഴയ രീതിയിലേക്ക് മടങ്ങി തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ മാസം 22-ാം തീയതി, അതായത് വരുന്ന മാസം 22-ാം തീയതി 13-അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. സാധാരണഗതിയിൽ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കരുവന്നൂർ ബാങ്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി അടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഈ വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിക്കവറി നടപടികൾ മുന്നോട്ട് പോകുന്നു. അത്തരം നടപടികളെല്ലാം തന്നെ ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനാലാണ് ഇപ്പോൾ ഈ ഒരു ഭരണസമിതിയെ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും 2022 കരുവന്നൂർ ബാങ്കിന്റെ ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഭരണസമിതിയെ പിരിച്ചുവിട്ടതും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി ഏർപ്പെടുത്തുകയും ചെയ്തത്. കൃഷ്ണ, ശരി. തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.